റെജി ലൂക്കോസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കമാണ് ഈ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. അത് പലതരത്തിൽ പല ചർച്ചകൾ നടന്നു, പക്ഷേ സമവായമാകാതെ തുടരുന്നു. അത് വൈദികർക്കെതിരായ നടപടിയിലൊക്കെ എത്തി നിൽക്കുന്നു. അതിന്റെ തുടർ പ്രതിഫലനങ്ങളാണ് ഈ പലതരത്തിലുള്ള സമരമായൊക്കെ നമ്മൾ അവിടെ കാണുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെതുമായൊക്കെയുള്ള ഒരു പ്രശ്നമാണ്, വളരെ വൈകാരിക പ്രശ്നവും ഒക്കെയാണ്. അവിടെയാണ് ഇന്നലെ പോലീസ് വളരെ രാത്രി, നമുക്ക് CCTV ദൃശ്യങ്ങൾ തന്നെയുണ്ട്, വൈദികരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാം. അപ്പം ഇതിലൊരു പക്ഷം ചേർന്നുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പക്ഷം ചേർന്നുകൊണ്ട് ഉള്ള ഇടപെടലാണോ പോലീസ് ഈ കാര്യത്തിൽ കാണിക്കേണ്ടത്? അതാണ് ഇന്ന് പകൽ മുഴുവൻ ഈ അവസ്ഥയിൽ പ്രതിഷേധം തുടരാനും ഇത്ര സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും ഇടയാക്കിയത്. അതായത് ആദ്യം പറയാനുള്ളത് അരമണിക്കൂറാണുള്ളത്. അല്പസമയം തരണം. ആദ്യം എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുവിന്റെ ഒരു വചനം ഐക്യരാഷ്ട്ര സഭ ഏറ്റവും നല്ല ദ ബെസ്റ്റ് മെസ്സേജ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് യേശു ക്രിസ്തു ലോകത്തിന് കൊടുത്തൊരു വലിയ മെസ്സേജ് ഉണ്ട്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രേണു ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന കുർബാന തർക്കമാണ്. അങ്ങനെ ഒരു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിനില്ല. ഏകീകൃത കുർബാനക്രമം ഇവിടെ അംഗീകരിച്ചിട്ട്, സിനഡ് അംഗീകരിച്ച്, മാർപ്പാപ്പ അംഗീകരിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു തർക്കവും ഈ കത്തോലിക്ക സഭയിൽ കേരളത്തിലില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 46 ലക്ഷം വരുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലെ കത്തോലിക്ക സഭ. അതിൽ ലാറ്റിൻ കാത്തലിക്സിനെ മാറ്റി നിർത്തി റോമൻ കാത്തലിക് എന്ന് പറയുന്നതാണ് 38-39 ലക്ഷത്തോളം വരും. വളരെ സമാധാനപ്രിയരായിട്ടുള്ള, വളരെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന, വലിയ രീതിയിലുള്ള സമൂഹത്തിന് എല്ലാ തരത്തിലും കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് മുന്നേറുന്ന ലോകവ്യാപകമായിട്ട് ഉള്ള ഒരു സഭയാണ് ഈ റോമൻ കാത്തലിക് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ സമൂഹത്തിന് അപമാനവും നാണക്കേടും ലജ്ജയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരും കുറച്ച് വിശ്വാസ അടിമകളും. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ആര് നിശ്ചയിച്ചാൽ ബഹുമാനോട് വൈദികർ കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് അവരെന്തൊക്കെ അങ്ങേക്ക് അവസരം തരുമ്പോൾ പറഞ്ഞോളൂ. ഞാൻ ഒരിക്കലും ചർച്ചയിൽ ഇടപെടുന്ന ഒരാളല്ല. സത്യത്തിൽ ഇവർ ലജ്ജയാണ്. അതുപോലെ തന്നെ ഈ വൈദികനാകുന്നതിന് മുമ്പ് ഒരു വൗസ് എടുക്കും. അതെന്താ അറിയോ? ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 3 കാര്യങ്ങൾ. ഒന്ന് ദാരിദ്ര്യം, രണ്ടാമത് ബ്രഹ്മചര്യം, മൂന്നാമത് അനുസരണ. ഈ 3നും പറ്റാത്ത ഒരാൾക്ക് ഈ വൈദ്യവേഷത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഈ 3നെ ഇവർ ലംഘിച്ചിരിക്കുന്നു. ഒന്ന് അവിടുത്തെ മെത്രാനും അവിടുത്തെ മറ്റു വൈദികരുമുള്ള, ഇവർ എതിർക്കുന്ന വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ഭക്ഷണം നിഷേധിച്ചു. അതുപോട്ടെ. രണ്ടാമത് ഇവർക്ക് അനുസരണയില്ല. മൂന്നാമത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, ആധികാരികമായിട്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ ഇവരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. ഞാൻ ഈ 3 ഹൗസിനെ കുറിച്ച് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് മലയാള ടെലിവിഷൻ ചാനലിലൂടെ കേരളത്തിലെയും ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച് സമൂഹത്തിലെ പൊതുബോധത്തെയും അവഹേളിക്കുമായിരുന്നു ഈ വിമത വൈദിക കൂട്ടം. ഇവർക്ക് ഒരു നിമിഷം വൈദികൻ എന്ന കൺസെപ്റ്റിൽ കത്തോലിക്ക സഭയിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല. നോ ഡൗട്ട്, ഒരു സംശയമില്ല. ഇവര് വിരൽ ചൂണ്ടി പറഞ്ഞ 1-2 മുദ്രാവാക്യങ്ങളുണ്ട്. അതിലൊരു പുരോഹിതം പറഞ്ഞു. ശരി ശരി, നമുക്ക് സമയം ആകെ കുറവാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് ആ സമയം ഇപ്പൊ തുടങ്ങിയതല്ലേയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാം. പിണറായി വിജയന്റെ മത പോലീസാണ്. എത്ര ലജ്ജാകരമാണ്. കേരളത്തിലല്ലാതെ കൊണ്ട് ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും അവിടെ ഒരു ലാത്തി ചോർജോ ഏറ്റവും കുറഞ്ഞ ഒരു ജലപീരങ്കി അഴിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പണിക്കലൊക്കെ നിരന്തര സമരം ഇന്നലെ രാത്രി വൈദികരെ കൈകാര്യം ചെയ്ത രീതി ചൂണ്ടിക്കാണിച്ചല്ലോ. അവരുടെ പുരോഹിതന്മാരുടെ വസ്ത്രം ഉൾപ്പെടെ അഴിഞ്ഞു പോകുന്ന തരത്തിൽ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നിങ്ങൾ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയാതെ എന്ത് വലിച്ചു നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രകോപനം ഇപ്പൊ തന്നെ എങ്ങനെ കാണിക്കുന്നത് മാന്യതയില്ലായ്മയാ. ഈ ചർച്ചയിൽ പോലും ഇവരല്ലേ അവിടെ പോയി തെരുവ് നടത്ത്. ആ ദേവാലയത്തിനുള്ളിൽ ഇവർ ഇടിച്ചു കയറി ആ മതിൽ ചാടി ഇവർ ചെല്ലാൻ. ഇതാണോ ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവികത? ഇതാണോ ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് വായിച്ചു കൂട്ടുന്നത്? പിന്നെ ഇവര് പ്രാർത്ഥന ഏജന്റ് നടത്തുന്നത്. എന്താ പ്രാർത്ഥന എന്ന് ഈ വൈദ്യനറിയാമോ? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി ഇവർ ചെയ്തെന്താ? അത്തരം സമീപനങ്ങളാണോ പോലീസ് നടപടി അനിവാര്യമാക്കിയത്?
നിശബ്ദമായിട്ട് ഇവരുടെ വിരൽ ചൂണ്ടുകൾക്ക് മുമ്പിൽ ശരി ശരി ഒരു മണിക്കൂറില്ല എന്ന് ഞാൻ ആദ്യം തന്നെ താങ്കളോട് സൂചിപ്പിച്ചു. ശ്രീ ജോസ് തേങ്ങാത്തറ, താങ്കൾ പറയൂ. യെസ്, ഇത് പറയുന്നതിനൊക്കെ മറുപടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു വൈദികനും വ്രതപ്രയാണങ്ങൾ ലംഘിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു മാഡം പറഞ്ഞതാണ് ശരി. ഞങ്ങൾ 60 വർഷത്തിന് മേലെ നിമിഷം ആ പദവിയിൽ നിന്ന് പുറത്താക്കണം. മാർപ്പാപ്പയെ പഠിക്കാൻ പഠിപ്പിക്കുന്ന ഒരു യോഗ്യത ഇവർക്കില്ല. ഒരു യോഗ്യതയില്ല. മാർപ്പാപ്പ അംഗീകരിച്ച തീരുമാനത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ അവർ മാർപ്പാപ്പയുടെ അംഗീകാരമുള്ള സഭയിൽ നിലനിൽക്കാൻ അവർക്ക് ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ അവരത് യോഗ്യരല്ല. മാർപ്പാപ്പ മറുപടി പറയട്ടെ. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലും റെജി ലൂക്കോസും ദയവായി സഹകരിക്കും. മാഡം പറഞ്ഞതാണ് ശരി. ഞങ്ങൾ 60 കൊല്ലത്തിന് മേലെ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു കഷ്ടമാണ് ജനാഭിമുഖ കുർബാന. അത് കാനൻ ലോ 1506 മുതൽ 1509 വരെയുള്ള കാനൻ ലോ, സീറോ മലബാർ സഭയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള കാനൻ ലോ ഞങ്ങൾക്ക് അനുശാസിച്ച് തരുന്ന ഒരു അവകാശം കൂടിയാണത്. അതാണ് മാഡം പറഞ്ഞത് വർഷങ്ങളായിട്ടെന്നുള്ളത്. അതാ മിസ്റ്റർ ലൂക്കോസിന് മനസ്സിലായില്ലത്. അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ നോക്കൂ, എന്റെ അറിവിനെ ചോദ്യം ചെയ്യാൻ ഫാദർ നിങ്ങൾക്ക് എന്ത് അവകാശം? മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നിടത്ത് എന്റെ അറിവിനാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങളൊരു വൈദ്യനാണ്, നിങ്ങൾ എത്ര പദവി ഉപേക്ഷിക്കണം? മാർപ്പാപ്പയെ കുരിശുവരപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ ധിക്കാരമല്ലേ? നിങ്ങൾക്ക് എന്ത് ദൈവികതയുള്ളത്? കേരളത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് മാർക്കോലിസും പറഞ്ഞു, പിണറായി വിജയന്റെ പോലീസും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂടെ എന്താ? ഈ അച്ഛനോട് ഒറ്റ ഈ നിയമം എല്ലാവർക്കും ബാധകമല്ല. അവരെല്ലാം കണ്ടുകെട്ടിക്കൊണ്ട് സ്വതന്ത്ര സഭയാകണം. ഇതാണ് നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിന്റെ അനുഭാവിയായിട്ട് ആര് കാണും? എനിക്ക് വിവരമില്ല. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ സൂചിപ്പിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ കണ്ണിക്കാവോ? 60 വർഷത്തെ പാരമ്പര്യത്തിൽ എന്ത് പിന്നിലായിരുന്നു പറഞ്ഞത്? ഇവർ പക്ഷാഭേദം കാണിക്കാൻ ഈ അതിരൂപതയെയും ഈ വിശ്വാസികളെയും വൈദികരെയും നശിപ്പിക്കണം എന്നുള്ള, തകർക്കണമെന്നുള്ള ഏക അജണ്ട മാത്രമാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടിയെങ്കിലും സമീപിക്കാൻ കഴിയും. ദൈവമുണ്ട്. ദൈവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്, അല്ലാണ്ട് ലൂക്കോസിന്റെയും കരുതായവാദികളുടെ സഭയല്ല ഇത്.